പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമാത്രം സന്തോഷമുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കാൻ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ. ഷാലോം ടി വി നമുക്കൊരുക്കിയിരിക്കുന്ന ഈ പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, ലോകം മുഴുവനുള്ള ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്തയുടെ ഒരുക്ക ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് നമുക്ക് തരിക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കിന്ന് ധ്യാനിക്കാം. ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ 5 ധർമ്മങ്ങളാണ്, 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തു തരുന്നത് എന്നൊരു അഭിഷേകവും ബോധ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഒന്നാമത്തെ ധർമ്മം, പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം വിമോചനമാണ്, ഡെലിവറൻസ് ആണ്. നമ്മളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് ഭയപ്പാട്, അതായത് പിശാചുക്കളെ, ദുഷ്ടാരൂപികളെ, തിന്മകളെ, നിരന്തരമായ രോഗപീഠകൾ, നിരന്തരമായ കടബാധ്യതകൾ, അപകടം പതിയിരിക്കുന്നിടത്തേക്കുള്ള എടുത്തുചാട്ടങ്ങൾ, നിരാശ, അകാരണ ഭയങ്ങൾ, വിഷാദങ്ങൾ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. ഈ ഒരു സഭയുടെ നവീകരണ വർഷങ്ങളാണ്. ഞങ്ങൾ പല മീറ്റിങ്ങിലും, ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരോടും മെത്രാന്മാരോടും പറഞ്ഞു, ജനം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ. ഇതെങ്ങനെയാണ് സഭ അഭിമുഖീകരിക്കേണ്ടത്? കൂടോത്തരങ്ങളോടുള്ള ഭയം, തകിട് സംബന്ധമായ കുറേ കാര്യങ്ങൾ, കൈവശ ദോഷങ്ങൾ, അങ്ങനെ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ. പക്ഷെ ഇത് ദൈവജനം അനുഭവിക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ബന്ധനങ്ങൾ ഇത്തരത്തിലുണ്ടാകുമ്പോൾ അവർ ചില വ്യക്തികളോട് പറയുമ്പോൾ അവർ എളുപ്പമാർഗം തേടും. അവർ പറയും, ഇതാ നിന്നക്കെതിരെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, എളുപ്പമാർഗമാണ്. പക്ഷെ ഇത് പറയുമ്പോൾ പിന്നീട് അവർക്ക് ആകാംക്ഷ, ഇത് ചെയ്തത് ആരാ? അപ്പം ഈ പ്രാർത്ഥനക്കാരൻ ഏതാണ്ട് ദർശനപരമില്ലാത്ത ആളാണെങ്കിൽ ഭയങ്കര തെറ്റായ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതുമൂലം ജനം വല്ലാതെ ഭിന്നതകളിലാണ്. സ്വന്തം സഹോദരനെ വീട്ടിൽ കയറ്റാത്തവരുണ്ട്, സ്വന്തം സഹോദരങ്ങളെ വീട്ടിൽ പോകാത്തവരുണ്ട്, അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ ആത്മീയ പ്രശ്നങ്ങളിലൂടെ, വൈകാരികമായ പ്രശ്നങ്ങളിലൂടെ ദൈവജനം മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് പെന്തക്കോസ്ത തിരുനാൾ വരുമ്പോൾ അച്ഛന് കർത്താവ് നൽകിയ വലിയൊരു ബോധ്യം, പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മമാണ് വിമോചനം, ഡെലിവറൻസ്. നമ്മൾ ആദ്യം അപ്പോസ്തല പ്രവർത്തനത്തിലെ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുക. അപ്പോസ്തലപ്രവർത്തനം 5:12 അതിൽ ഇങ്ങനെ നടക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ശേഷം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കുന്നു, തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, അശുദ്ധാത്മാക്കൾ വിട്ടുമാറുന്നു. ഇതിൽ അസൂയ പൂണ്ട അവിടുത്തെ ദേവാലയ അധികാരികൾ പത്രോസിനെയും കൂട്ടുകാരെയും പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുക. വിരളി പൂണ്ടവരെന്നാണ് വചനം അവരെ പറയുന്നത്.
5:18 അപ്പോസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരിക്കുക. ഈ ഒരു തരത്തിലുള്ള ബന്ധനം പലപ്പോഴും നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ ഭയങ്കരമായ ബന്ധനത്തിലാണ്. അസ്വസ്ഥത, കടബാധ്യത, നിരാശ, വിഷാദം, അകാരണ ഭയം, കൈവശദോഷം, ശത്രുദോഷം, സർപ്പദോഷം, അങ്ങനെ ബന്ധനത്തിലാണ്. ഇവിടെ രാത്രി 5:19 അപ്പോസ്തല പ്രവർത്തനം 5:19 രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹ വാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നു. ഇത് പെന്തക്കോസ്തയുടെ ആഫ്റ്റർ ഇഫക്റ്റാണത്. ദൈവത്തിൻ്റെ ദൂതൻ സംഖ്യാപുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ദൈവജനത്തെ ശപിക്കാൻ പോകുന്ന ദുർമന്ത്രവാദിയായ ബലാമിനെ തടയുന്ന ദൂതനെക്കുറിച്ച് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. ആ ദൂതൻ്റെ അഭിഷേകം പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസും ശിഷ്യ കൂട്ടുകാരും അനുഭവിക്കുന്നത്, അവിടെ ആ ദൂതൻ വന്ന് അവരെ ബന്ധിച്ചിരുന്ന, അവരെ ബാധിച്ചിരുന്ന ഇരുട്ട്, തടവറ ഇല്ലാതാക്കുമ്പോഴാണ്. ഇതാണ് ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ്. സ്വർഗത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണ്. ഓരോ ശക്തിക്കും, ഓരോ ദുരാത്മാവിനും, ഓരോ സാത്താനും പരിശുദ്ധാത്മാവുള്ളവനെ ബന്ധിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവുള്ള ഭവനത്തിലേക്ക്, അവരുടെ പറമ്പിലേക്ക്, അതിൻ്റെ 4 അതിരുകളിലേക്ക്, 16 കോണുകളിലേക്ക് ഒരു ദുരാത്മാവിനും കടന്നു വരാൻ പറ്റില്ല. കാരണം അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. വീണ്ടും ഒരു അപ്പോസ്തല പ്രവർത്തനത്തിൽ വേറൊരു സംഭവം 12-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളാണ്. ഹെറോദേസ് അസൂയാലുവായി, അസൂയ എന്ന് പറയുന്ന ഒരു തിന്മയാണ്. അസൂയ, വെറുപ്പ്, പക, വിദ്വേഷം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ, പരിശുദ്ധാത്മാവില്ലാത്തവരിൽ വന്ന് ആവസിക്കുന്ന തിന്മയാണ് അസൂയ, കണ്ണുവെക്കല്, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ആന്തരിക മുറിവുകൾ, കോപം, ജഡികാസക്തി. ഇത് ബന്ധനങ്ങളാണ്. ഇവിടെ ഹെറോദേസ് ആ ബന്ധനത്തിലാണ്. എന്നിട്ട് ഹെറോദേസ് എന്താ ചെയ്യുന്നത്? പരസ്യ വിചാരണയ്ക്കായി. എന്താ അവൻ്റെ ഉദ്ദേശം? പത്രോസിനെ കൊല്ലാനാ, പത്രോസിനെ ഇല്ലാതാക്കാനാ. ദൈവപുരുഷനെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനെ, ദൈവകൃപയുള്ളവനെ കൊല്ലാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ രക്തസാക്ഷിയാകുന്ന പത്രോസിനെ നാം പിന്നീട് കണ്ടുമുട്ടുന്നുണ്ട്. കോവാദീസ് ഡോമിനെ, പത്രോസ് നീ എങ്ങോട്ട് പോകുന്നു എന്ന് യേശു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ കഥ നമുക്ക് ഈ ദിവസങ്ങളിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാം. കോവാദീസ് ഡോമിനെ, നീ എങ്ങോട്ട് പോകുന്നു? പീഡാസഹനങ്ങൾ ഉപേക്ഷിച്ച് ഓടുമ്പോൾ കർത്താവ് അതിലെതിരെ വന്നിട്ട്, അപ്പോൾ താൻ ഇങ്ങനെ തൻ്റെ പീഡാസഹനം ഉപേക്ഷിച്ച് ഓടുന്നതാണെന്നുള്ള മുഖം കാണിക്കാതെ പത്രോസ് ഈശോയോട് ചോദിക്കുന്ന കോവാദീസ് ഡോമിനെ, കർത്താവെ അങ്ങ് എങ്ങോട്ട് പോകുക? ഉടനെ കർത്താവ് ഉത്തരം കൊടുക്കുന്ന, ഞാൻ പീഡാസഹനത്തിലൂടെ മരിക്കാൻ, ഒരിക്കൽ കൂടെ എൻ്റെ ദൈവജനത്തിന് വേണ്ടി മരിക്കാൻ പോകുക. ഇതാണ് പത്രോസിനെ ബലപ്പെടുത്തി തിരികെ കൊണ്ടുവന്ന് രക്തസാക്ഷി. അത് കാലത്തിൻ്റെ തികവിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെടുമ്പോഴാണ്. നേരെ മറിച്ച് ഓരോ ദുഷ്ടശക്തിക്കും പത്രോസിനെ അതിനു മുൻപ് കൊല്ലാൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. ഇവിടെ ഹെറോദേസ് അതിന് ശ്രമിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6 മുതൽ പരസ്യ വിചാരണയ്ക്കായി പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസിനെ ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി 2 ചങ്ങലകളാൽ ബന്ധിതരായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹത്തിൻ്റെ വാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ സംഖ്യാപുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ബലാം എന്ന ദുർമന്ത്രവാദിക്ക് മുന്നോട്ട് പോകാതെ കഴുത തടസ്സപ്പെടുത്തിയപ്പോൾ ഈ ദുർമന്ത്രവാദി കഴുതയെ തല്ലുന്നുണ്ട്. എന്നിട്ട് കഴുതയോട് പറയുന്നുണ്ട്, എന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു, എൻ്റെ അടുത്തൊരു വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊല്ലുമായിരുന്നു. ആ കഴുത കണ്ണു തുറന്നപ്പോൾ മിഖേൽ മാലാഖയെ കാണുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റില്ല.
കാരണം ദൈവകൃപയുള്ള ദൈവാഭിഷേകമുള്ളവരെ തകർക്കാനായിട്ട് പറ്റില്ല. അവിടെ അവർക്ക് കാവലായി നിൽക്കുന്ന ദൈവദൂതനെ കഴുത കണ്ടുമുട്ടി. തിന്മയ്ക്ക് അടിമപ്പെട്ട ദുർമന്ത്രവാദി കാണാൻ പറ്റിയില്ല. കഴുത പറഞ്ഞു, ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇപ്രാവശ്യം തടസ്സപ്പെടുത്താൻ കാരണം ദൈവജനത്തിന് സംരക്ഷണം ഒരുക്കുന്നത് സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളപ്പോൾ ഇവിടെ പത്രോസും ശിഷ്യന്മാരും അവരുടെ കൈകളിലും കാലുകളിലും 2 ചങ്ങല കൊണ്ട് ബന്ധിച്ച് അവരുടെ കൂടെ 2 പടയാളികൾ കിടന്നുറങ്ങി. അവരുടെ ആ തടവറയുടെ മുൻപിൽ പടയാളികൾ കാവൽ നിൽക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ആ ചങ്ങൽ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം. പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ. ദൂതൻ വന്ന് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ. ഇതൊരു പെന്തക്കോസ്ത നമുക്ക് തരുന്നതാണ്. വേഗം എഴുന്നേൽക്കൂ. നമ്മുടെ അപകർഷതാബോധത്തിൽ നിന്ന്, ഇരുളിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ആത്മഹത്യ ചിന്തയുടെ അടിമത്തത്തിൽ നിന്ന് വേഗം എഴുന്നേറ്റ് അഭിഷേകത്തിലേക്ക് ഉയരാൻ തടവറകൾ തകർക്കപ്പെടുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം, വിമോചനം. വീണ്ടും നാം കണ്ടുമുട്ടുന്നത് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വചനത്തെ വായിക്കുന്നുണ്ട്. പൗലോസും സീലാസും തടവറയിലാണ്. കാവൽക്കാരുണ്ട്. അവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയാ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക. തങ്ങൾ ബന്ധനസ്ഥരാണ്. നിരവധിയായ സങ്കടങ്ങളുണ്ട്, ആകുലതകളുണ്ട്, മുറിവേറ്റപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെടാം. ഇതിൻ്റെ നടുവിലാണ്. അവരുടെ കൈവശമുള്ള ആകെയുള്ള ആയുധം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സ്തുതിപ്പ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇതേപോലെ 4 കൂടിയ ജംഗ്ഷനിൽ പെട്ടുപോകാറുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പല ജീവിത പ്രതിസന്ധികളുടെ മുൻപിൽ, നമ്മളെ ദ്രോഹിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ, അതിരുകല്ല് തോണ്ടുന്ന അയൽവാസിയുടെ മുൻപിൽ, നമ്മളെ ചതിക്കുന്നവൻ്റെ മുൻപിൽ, വ്യഭിചാരം ചെയ്ത് കുടുംബത്തിൻ്റെ ഭദ്രത തകർക്കുന്ന ജീവിത പങ്കാളിയുടെ മുൻപിൽ, മാനസിക രോഗത്തിന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് മാനസിക രോഗികളായി തീർന്ന മക്കളുടെ ഏക മകൻ്റെ ദുരവസ്ഥ കണ്ട് വേദനിക്കുമ്പോൾ, കുഞ്ഞുമക്കള് തെറി പറഞ്ഞും മാതാപിതാക്കളെ അനുസരണയില്ലാതെ ജീവിക്കുന്നതിന് മുമ്പ് പതറി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം എന്താ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക. പൗലോസും സീലാസും ചെയ്ത അതാ. എന്താ അവിടെ സംഭവിച്ചത്? പെട്ടെന്ന് ഭൂകമ്പമുണ്ടായി, തടവറകൾ തുറക്കപ്പെട്ടു, വാതിലുകളെല്ലാം തുറക്കപ്പെടുക. എൻ്റെ ഈശോയെ, അങ്ങനെ പൗലോസും സീലാസും തടവറയും ഇരുളും ഇരുട്ടും ഒന്നും അവർക്ക് പ്രശ്നമല്ല. എന്നാൽ ഞാൻ പൗലോസ്ലീഹ കൊല്ലപ്പെട്ട ത്രേ ഫൊന്താന എന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ അച്ഛൻ വചനം പറയുന്ന ഈ കുഞ്ഞു ടേബിളിൻ്റെ ആ ഒരു വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല. നല്ല പൊക്കമുണ്ടായിരുന്ന പൗലോസിനെ തടവറയിൽ പെടുത്തിയിരിക്കുന്നത്. ആ തടവറ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് അവിടെ കീഴ്പ്പെട്ട് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പൗലോസിനെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ ആ പള്ളിയിലിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. പൗലോസിൻ്റെ തല വെട്ടിക്കളഞ്ഞപ്പോൾ ആ തല 3 തവണ കുതിച്ച് ചാടി. ആ തല ചെന്ന് വീണ 3 സ്ഥലങ്ങളിൽ നിന്നും ജീവജലത്തിൻ്റെ ഉറവ, അവിടെ അരുവി ഉണ്ടായി. അതുകൊണ്ട് ആ പള്ളിയെ ത്രേ ഫൊന്താന, 3 അരുവികളുടെ
പള്ളി എന്ന് വിളിക്കുന്നത്. ഇത് അഭിഷേകം ഉള്ളപ്പോൾ അവിടെ രക്തസാക്ഷിത്വത്തിന് ഒരു മടിയുമില്ലാത്ത പൗലോസ്, എന്നാൽ തിന്മയുടെ ശക്തിയുടെ മുൻപിൽ, തടവറയുടെ മുൻപിൽ തോൽക്കപ്പെടുന്നില്ല. പൗലോസും സീലാസും മോചിതരാകുകയാണ്. അവർക്ക് മോചനം കൊടുക്കുന്നത് എന്താ? ആത്മാവിൻ്റെ നിറവ. അവർക്ക് മോചനം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു, മാത്രമല്ല വിമോചനം കൊടുക്കും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ധ്യാനഗുരുക്കന്മാരും പാടുന്നത് ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. അപ്പൊ പരിശുദ്ധാത്മാവ് ബന്ധനമഴിക്കുമെന്ന് പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതം കാണുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ് വിമോചനം, ഡെലിവറൻസ്. ഏത് പാതയാണെങ്കിലും, ഏത് കൂടോത്രമാണെങ്കിലും, ഏത് സർപ്പദോഷമാണെങ്കിലും നമ്മൾ ആരുടെ അടുത്തും പോകേണ്ട, പരിശുദ്ധാത്മാവിൽ അഭയം തേടിയാൽ മതി. ആത്മാവിൻ്റെ നിറവിൽ നിരന്തരം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ എത്ര തകിടിരുന്നോട്ടെ, തകിട് ആരെ കൊണ്ട് എടുപ്പിക്കണ്ട, അതിനൊരു ശക്തിയുമില്ല. ദുഷ്ടശക്തികളെല്ലാം നിർവീര്യമായി പോകും. നിങ്ങളുടെ ഉള്ളിൽ ഇനി ഭക്ഷണത്തിലൂടെ കടന്നു വന്ന ദോഷം ഉണ്ടായിക്കോട്ടെ, പറയല്ലേ ഉള്ളിൽ ആരോ കൈവശം തന്നു എന്ന്. ഇതുപോലെ എത്ര ധ്യാന ഗുരുക്കന്മാരെടുത്താ ഓടി നടക്കണത്. അങ്ങനെ പോയാൽ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാൽ മതി. ആത്മാവ് ഇറങ്ങി വരുന്നിടത്ത് എന്ത് കൈവശദോഷമാണ്. അപ്പം പരിശുദ്ധാത്മാവിൽ നമ്മുടെ തല മുതൽ പാദം വരെ നെഞ്ചിൽ വന്ന് പരിശുദ്ധാത്മാവ് നിറയണം. 2 കൊറിന്ത്യർ 3:17 പഠിപ്പിക്കുക, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവൻ ബന്ധനസ്ഥനല്ല, അവൻ അടിമയല്ല, അവന് വിമോചനമുണ്ട്. അവൻ സാത്താൻ്റെ കീഴല്ല, കൂടോത്രത്തിൻ്റെ അടിമയല്ല, ക്ഷുദ്രക്രിയ അവനെ ബാധിക്കില്ല, കാരണം അവന് പരിശുദ്ധാത്മാവുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ധർമ്മം വിമോചനമാണ്. രണ്ടാമത്തെ ധർമ്മം എന്താ? റിലേഷനാണ്, ബന്ധങ്ങൾ. ഇന്ന് നമുക്കറിയാം ബന്ധങ്ങൾ ഭയങ്കരമായ തകർച്ചകൾ നേരിടുക. ഭാര്യ ഭർത്തൃബന്ധം തകരുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, അയൽരാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, സഭയിൽ കലഹങ്ങൾ. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്താ ഭിന്നതയ്ക്ക് കാരണം? ആരാധനക്രമത്തിൻ്റെ പേരിൽ ഭിന്നത, സഭയുടെ പേരിൽ ഭിന്നത, റീത്തുകളുടെ പേരിൽ ഭിന്നത. പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ് ഭിന്നതകൾക്ക് കാരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത് ആത്മാവിനോട് തുറവിയില്ലായ്മയാണ്. ഉൽപ്പത്തി 11 അധ്യായം നമ്മൾ ധ്യാനിക്കുന്ന നല്ലതാണ്. അവിടെ ബാബേൽ ഗോപുരത്തിൻ്റെ കഥയുണ്ട്. എന്താ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ആശയക്കുഴപ്പം, കലക്കം. നോക്കെ, ബാബേൽ ഗോപുരത്തിൻ്റെ കഥയെ. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ആശയക്കുഴപ്പം, കലക്കം. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നു, സഭ അഭിമുഖീകരിക്കുന്നു. ഇത് മാറാൻ വേണ്ടിയാണ് നമ്മുടെ KCBC മെത്രാന്മാർ ഈ നവീകരണ വർഷം ആത്മാവിനോടുള്ള തുറവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, ഡിസംബർ മാസത്തിൽ കേരള സഭയിൽ വലിയൊരു യൂക്കറിസ്റ്റിക് കോൺഗ്രസ് വരാൻ പോകുക. മെത്രാന്മാർ ആഗ്രഹിക്കുക അതിലൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണ സഭയിൽ. അപ്പം ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ആശയക്കുഴപ്പം, കലക്കം, കൺഫ്യൂഷൻ. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയിലാണ് ഭാഷകൾ കലങ്ങിയത്. ലോകത്ത് എങ്ങനെ വിവിധ ഭാഷകൾ ഉണ്ടായി എന്നറിയുന്നത് നമ്മൾ ഭാഷാപരത്തെക്കുറിച്ചും നമ്മൾ വരും ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കടക്കുന്നില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലായില്ല. അതാണല്ലോ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ. കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നു. ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുന്ന, അപ്പം പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ബാബേൽ ഗോപുരം പറയുന്നത് ഈ കലക്കം ഉണ്ടാകാൻ, ഈ ആശയക്കുഴപ്പം ഉണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവ് വിട്ടുപോകാൻ കാരണം എന്താ? അവരഹങ്കാരികളായി. ഞങ്ങൾ ഭയങ്കര ശക്തരാണ്,
നമുക്ക് വലിയ പള്ളിയുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്, ഒരുപാട് ദൈവശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് സെമിനാരികളുണ്ട്. പരിശുദ്ധാത്മാവില്ല. അവിടെ ബാബേൽ ഗോപുരം തകർന്ന് തരിപ്പണമായി. എന്നാൽ പെന്തക്കോസ്താ തിരുനാളിൽ സംഭവിച്ച അത്ഭുതമാണ് ഇവിടെ ആ ബന്ധങ്ങൾ വരണം. പെന്തക്കോസ്താ തിരുനാളിൽ സംഭവിച്ച അത്ഭുതം എന്താ? അപ്പോസ്തലന്മാരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുകയും അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവർ ഓരോരുത്തരുടെ മേൽ വരികയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അന്യഭാഷയിൽ സംസാരിച്ചിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും അത് തങ്ങളുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായോ? വിവിധ റീത്തുകൾ, വിവിധ പാരമ്പര്യങ്ങൾ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് പോലും തൻ്റെ പാരമ്പര്യത്തിൽ, തൻ്റെ മാതൃഭാഷയിൽ അത് മനസ്സിലായത് പെന്തക്കോസ്തയുടെ അഭിഷേകമാണ് അതിന് കാരണം. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, അന്യഭാഷയിൽ സംസാരിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലായി. ഇവിടെ ബാബേലിൻ്റെ നേർവിപരീതമാണ് പെന്തക്കോസ്തയിൽ നടന്നത്. അവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിട്ടും അവർക്ക് മനസ്സിലായി. ഇവിടെ അപ്പോസ്തലന്മാർക്ക് നൽകപ്പെടുന്നത് എന്താ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗത്തോളം എത്തുന്ന ദൈവാനുഭവം. ഇതാണ് പെന്തക്കോസ്തയുടെ ഗിഫ്റ്റ്. സ്വർഗത്തോളം എത്തുന്ന ദൈവാനുഭവം. ഈ ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ന് ഒരേ സഭ, ഒരേ മാമോദീസ, ഒരേ ആത്മാവ്, എന്നിട്ട് നമുക്ക് പരസ്പരം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് നിലവിളിക്കുന്നുണ്ട്, മക്കളെ നോൺ സ്പെഞ്ഞെത്തോലോ സ്പിരിറ്റോ സാന്തോ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയല്ലേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കല്ലേ. പെന്തക്കോസ്തയുടെ മെസ്സേജാണ്. അപ്പോൾ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കും. നമുക്ക് കൂട്ടായ്മ തരുന്നത് 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയാം, കൂട്ടായ്മയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത്, ഞാൻ ദൈവദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, ഞാൻ ഭയങ്കര പണ്ഡിതനായാലും, ഞാൻ ഭയങ്കര കേമനായാലും, എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. സ്നേഹം ആരുടെ ഗിഫ്റ്റാ? ഹോളി സ്പിരിറ്റിൻ്റെ ഫലമാണ് സ്നേഹം. ഞാൻ പണ്ഡിതനാണ്, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, എനിക്ക് പണമുണ്ട്, എൻ്റെ സഭ ഭയങ്കര ശക്തമാണ്, പക്ഷെ സ്നേഹമില്ലെങ്കിലോ? മാലാഖമാരുടെ ഭാഷകൾ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. സ്നേഹം ഹോളി സ്പിരിറ്റിൻ്റെ ഗിഫ്റ്റാണ്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഭയങ്കര കഴിവുകളുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ സ്നേഹമില്ലെങ്കിലോ? അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ദിവ്യ അനുഭവമാണ് സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്നേഹമാണ് സർവോത്കൃഷ്ടം, എല്ലാറ്റിനേക്കാൾ വലുത് സ്നേഹമാണ്. അടുത്ത 2, 4, 3 ധർമ്മങ്ങൾ ഞാൻ വേഗം പറഞ്ഞ. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മങ്ങളൊന്നാണ് രൂപാന്തരം. എനിക്ക് പരിചയമുള്ളൊരു മണിച്ചേട്ടൻ ഭയങ്കര കുടിയനായിരുന്നു, കൂട്ടിച്ച് വഴി കിടക്കും, അങ്ങനെ ഒരു മണിച്ചേട്ടൻ എനിക്ക് പരിചയമുണ്ട്. ഇദ്ദേഹം മുരുങ്ങൂർ ധ്യാനം കൂടാൻ പോയി. ഒറ്റ ധ്യാനം കൂടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിന്ന് മാത്രമല്ല, പിന്നെ വൈദികരുടെ കൂടെ പള്ളിയിൽ നിന്ന് പിന്നെ അയാൾ പുറത്തു പോയിട്ടില്ല. ഒറ്റ ധ്യാനം കൂടിയിട്ടുള്ളൂ. പക്ഷെ ആ ഒറ്റ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ വ്യക്തിക്ക് അനുഭവിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പുന്നപ്പറയിൽ ഒരു ഇറച്ചി ആൽബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ ഷാലോമിലും പല അടുത്ത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമുണ്ട്. അങ്ങനെ ആളെ കുത്തിയിട്ട് ആ കത്തി ചാരായത്തിൽ ഒഴിച്ച് ആ രക്തം ചാരായത്തിലിട്ടിട്ട് ആ ചാരായം വലിച്ചു കുടിക്കുന്ന ഒരു ആൽബിൻ്റെ കഥയാണ് പുന്നപ്രയിലെ ഇറച്ചി ആൽബി. ജയിൽ മിനിസ്ട്രിയിലൂടെ അവിടെ നിന്ന് കടന്നു വന്ന
വ്യക്തികളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ മാനസാന്തരപ്പെട്ട് ഇന്ന് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ ഇറച്ചി ആൽബി ബ്രദർ ആൽബി ആയിട്ട് മാറി. ഇതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന രൂപാന്തരീകരണം. ഹോളി സ്പിരിറ്റ് വരുത്തുന്ന മാറ്റം, ഒരാൾ അനുഭവിക്കത്തക്ക വിധമുള്ള മാറ്റം. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ഇത് അയാൾക്ക് അനുഭവിക്കുമ്പോൾ അയാളിലുണ്ടാകുന്ന മാറ്റം. അടുത്തത് 4-ാമത്തെ ധർമ്മം പ്രേക്ഷിത ധർമ്മമാണ്. ഒരു യഥാർത്ഥ പ്രേക്ഷിതൻ രൂപം കൊള്ളുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ. ഒരു മിഷണറി രൂപം കൊള്ളുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഒരു ദൈവവിളി ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. വിശുദ്ധ ബെർണാഡ് പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഒരു ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻകളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും. ഒരു യഥാർത്ഥ പ്രേക്ഷിത ഹൃദയം രൂപം കൊള്ളണമെങ്കിൽ, ഒരു യഥാർത്ഥ വൈദികൻ, ഒരു യഥാർത്ഥ സന്യസ്ത, ഒരു യഥാർത്ഥ ആത്മായ പ്രേക്ഷിതൻ രൂപം കൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിച്ചാൽ അയാൾക്ക് സാക്ഷ്യം നൽകാതിരിക്കാനാവില്ല. പ്രൈസ് ദ ലോർഡ്. അടുത്തത് 5-ാമത്തെ ധർമ്മം നമ്മളെ തേജസ്സുള്ളവരാക്കുന്നു. ഫ്രാൻസിസ് പാപ്പ സിസ്റ്റർമാരെ അച്ഛന്മാരോടും പറഞ്ഞു, മക്കളെ വിഷാദം നിറഞ്ഞ മുഖമുള്ളവരാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കമ്പിളി കൊണ്ട് പുതച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്, ഭാരമുള്ള കമ്പിളി. ഇതല്ല യഥാർത്ഥ ക്രിസ്ത്യാനി. വരമുള്ള ക്രിസ്ത്യാനി, പ്രസാദവരമുള്ള ക്രിസ്ത്യാനി, പ്രകാശമുള്ള ക്രിസ്ത്യാനി, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ നിരാശയുള്ള, കുർബാനയ്ക്ക് പോകാത്ത, കുദാശകളോട് സ്നേഹമില്ലാത്ത ക്രിസ്ത്യാനിയായിത്തീരും. പ്രിയപ്പെട്ട മക്കളെ, പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ 5 ധർമ്മങ്ങൾ, ഡെലിവറൻസിൻ്റെ ധർമ്മം, രൂപാന്തരപ്പെടുത്തുന്ന ധർമ്മം, റിലേഷൻ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ധർമ്മം, ഇതെല്ലാം ഹോളി സ്പിരിറ്റിൻ്റെ കർമ്മങ്ങളും ധർമ്മങ്ങളുമാണ്. നമുക്ക് ആ ഹോളി സ്പിരിറ്റിൻ്റെ മുൻപിൽ നമുക്ക് കീഴ്പ്പെടാം. ദൈവമേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ പരിശുദ്ധാത്മാവേ കൃപയുള്ളവരും വരവുള്ളവരുമാക്കണമേ. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിനെ ആരാധിച്ച മക്കളെ, ആമേൻ. യേശുവേ ഹല്ലേലൂയ.
ചേർന്ന് കരങ്ങൾ വീശിക്കുക. ഈ ഒരു പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി കരങ്ങൾ വീശിക്കുക. എല്ലാവരും ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി കരങ്ങൾ വീശിക്കുക. എല്ലാ കുഞ്ഞുമക്കൾ കരങ്ങൾ വീശിക്കുക. നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങളെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഇടവകളെ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് കേരള സഭയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക്, കർദിനാൾമാർക്ക്, മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരം ദൈവവിളികൾ ഉണ്ടാകുന്നതിന് നമ്മുടെ എല്ലാ സന്യസ്തരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് ആത്മാവിൽ നിറയപ്പെടുന്നതിന്, വചനാഭിഷേകം കൊണ്ട് നിറയപ്പെടുന്നതിന്, ഉദാശകൾ കൊണ്ട് നിറയപ്പെടുന്നതിന്, സഭാ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നതിന്, വിശ്വാസം ആഴപ്പെടുന്നതിന്, എല്ലാ ബന്ധനങ്ങൾ വിട്ടുമാറുന്നതിന്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്ത് ഷാലോം ശുശ്രൂഷ വലിയൊരു പെന്തക്കോസ്ത ഒരുക്കം നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ 5 ധർമ്മങ്ങളാണ്. അതിലൊന്നാമത്തെ ധർമ്മം ഡെലിവറൻസ് ആണ്, വിമോചനം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മോചനം കൊടുക്കുന്നതെന്ന് പത്രോസിന്റെ ജീവിതത്തില്, പൗലോസിന്റെ ജീവിതത്തില് നാം കണ്ടുമുട്ടി. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളും അവരെ ഇട്ടിരുന്ന തടവറകളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചപ്പോൾ, ഒരു പെന്തക്കോസ്ത അഭിഷേകത്തിലായപ്പോൾ അവയെല്ലാം തകർക്കപ്പെടുന്നത് നാം കാണുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി പറഞ്ഞ് ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയെ നോക്കി പറഞ്ഞ് ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതിനായി പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൽ നിറഞ്ഞുള്ള സ്തുതിപ്പാണ് ആ ചങ്ങലകളെല്ലാം തകർക്കപ്പെട്ടത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് നാം വായിക്കുന്നുണ്ട്, സാംസന്റെ മേൽ ശത്രുക്കള് ആ കയറുകൊണ്ട് അദ്ദേഹത്തെ ബന്ധിച്ചിട്ടിരിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് സാംസന്റെ മേലെ വന്ന് ആവസിക്കുന്നു. ഉടനെ ആ കയറ് കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുക. പ്രിയപ്പെട്ട മക്കളെ, ഇതേപോലെ നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ തൊഴിൽ മേഖലകളില്, നമ്മുടെ മക്കളുടെ ജീവിതത്തില് ഏതെങ്കിലും തരത്തില് ബന്ധനങ്ങളുണ്ടോ? നമ്മളൊരു വിമോചനം ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പെന്തക്കോസ്ത ആ വിമോചനമാണ് നമുക്ക് നൽകുന്നത്. നമ്മളെ തടവിലിട്ടിരിക്കുന്ന നമ്മുടെ അപകർഷതാബോധം, നമ്മളെ തടവിലിട്ടിരിക്കുന്ന കടബാധ്യതകള്, നമ്മളെ തടവിലിട്ടിരിക്കുന്ന ജഡികാസക്തികള്, നമ്മളെ തടവിലിട്ടിരിക്കുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനങ്ങള്, കൂടോത്ര ഭയപ്പാടുകള്, കൈവശദോഷങ്ങളുള്ള ഭയങ്ങള്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവയെല്ലാം കരിഞ്ഞ് ചാമ്പലാകണം. പരിശുദ്ധാത്മാവ് അഗ്നിയാണ് മക്കള്. നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, സഭയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, വൈദികരും അൽമായരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ,
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സൂപ്പർ പശയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തകർന്ന് തരിപ്പണമായ ബന്ധങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അതാണ് പെന്തക്കോസ്ത. തകർന്ന് തരിപ്പണമായവർ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നു. കലക്കവും കൺഫ്യൂഷനും എല്ലാം മാറി ഒരേ ആത്മാവും ഒരേ പെന്തക്കോസ്തയും ഒരേ മനസ്സുമുള്ളവരായി മാറുകയാണ്. ഇപ്പം നമ്മുടെ മെത്രാന്മാര് കേരള സഭയുടെ നവീകരണം ആഗ്രഹിക്കുക. പ്രധാനമായിട്ട് എന്തിനാ നവീകരണം? സഭയിലുള്ള ഭിന്നതകൾ വിട്ടുമാറാൻ, സഭയിലുള്ള വിശ്വാസക്കുറവുകൾ വിട്ടുമാറാൻ, സഭയിലുള്ള പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പെന്തക്കോസ്ത നമ്മുടെ KCBC കേരള മെത്രാൻ സമിതി ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇരുകരങ്ങളും ഈശോയുടെ മുൻപിൽ വിരിച്ചു പിടിക്കണം. എല്ലാവരും വിരിച്ചു പിടിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ സഭയുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമുക്ക് തേജസ് തരുന്ന, രൂപാന്തരീകരണം തരുന്ന, നമ്മളെ പ്രകാശമുള്ളവരാക്കുന്ന, ആ പുതിയ അഭിഷേകമുള്ളവരാക്കുന്ന ആ ഒരു അഭിഷേകത്തിന് വേണ്ടി, ആ ഒരു ഫയർ അനോയിന്റിങ്ങിന് വേണ്ടി എല്ലാവരും ഒന്ന് ഈശോയെ നോക്കി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു കൊണ്ടെന്ന് സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് 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 എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. എൻ്റെ കുടുംബത്തിന് പരിശുദ്ധാത്മാവിന് വേണം. എൻ്റെ കുടുംബത്തിന് ഡെലിവറൻസ് വേണം. എൻ്റെ കുടുംബത്തിന് ഒരു അഭിഷേകം വേണം. ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ വിട്ടുമാറണം. ഞങ്ങളുടെ മേലെ ഞങ്ങൾ തേജോ രൂപം പ്രാപിക്കണം. ഞങ്ങൾക്ക് അഭിഷേകം കിട്ടണം. ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകണം. ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസ്ഫിഗറേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. പുതിയ വ്യക്തികളായി മാറണം. പുതിയ അഭിഷേകമുള്ള വ്യക്തികളായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, റുഹ 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 റുഹ. വിളിക്കട്ടെ, വിളിക്കട്ടെ, സ്തുതിച്ച് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചു മക്കളെ, കരങ്ങളടിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്ത്യകാല അഭിഷേകം ഈശോ ഈശോ സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പുത്തൻ അഭിഷേകം തരണേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ധ്യാനിച്ച 5 ധർമ്മങ്ങളെ ലഭിക്കട്ടെ. ഈശോ ഈശോ, അത്ഭുതം നടക്കട്ടെ ദൈവമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് കൊറിന്ത്യക്കാർക്ക് 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് അച്ഛൻ ഏറ്റു ചൊല്ലി തരുമ്പോൾ എല്ലാവരും ആ വരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനായിട്ടൊന്ന് ഏറ്റുപറഞ്ഞ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസപരവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാനുള്ള വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരവും നൽകുന്നു. വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനവരവും നൽകുന്നു. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്. ജ്ഞാനത്തിന്റെ വരം, വിവേകത്തിന്റെ വരം. ഇതെന്തിനാണ്? നന്മ തിന്മകളെ തിരിച്ചറിയാനാ, തിന്മകളെ ഉപേക്ഷിക്കാനാ, നന്മയെ തെരഞ്ഞെടുക്കാനാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന സമ്മാനങ്ങളാ. ഇത് നമ്മുടെ പേരോ പെരുമയോ സമ്പത്തോ പാരമ്പര്യമോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. നീ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ, ഇതിനു വേണ്ടിയാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതാണ് യോഹന്നാൻ നമ്മളെ ചൂണ്ടിക്കാണിച്ചത്. മർക്കോസ് 1:8 ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും. നമ്മൾ ആഗ്രഹിച്ച ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീല് ചെയ്യത്തക്ക വിധത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കത്തക്ക വിധത്തിൽ എൻ്റെ കുടുംബത്ത്, എൻ്റെ ജീവിതത്തില് ആ പോസിറ്റീവ് എനർജി അനുഭവിക്കാൻ വേണ്ടി, എൻ്റെ രോഗങ്ങൾ വേദനകളൊക്കെ വിട്ടുമാറാനും സഭയെ പടുത്തുയർത്താനുള്ള ആ സേവന വരങ്ങള്, കരിസ്മാറ്റിക് വരങ്ങള് ആർജിക്കുന്നതിനും ഒരിക്കൽ കൂടി ആ വചനമേറ്റ് പറഞ്ഞ മക്കളെ, ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വരവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഇന്ന് തെറ്റായ ബോധ്യങ്ങള്, തെറ്റായ ചിന്തകള്, തെറ്റായ അറിവുകള്, ഇത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, വചനത്തിൽ നിന്ന് അകറ്റുന്നു, കുദാശകളിൽ നിന്ന് അകറ്റുന്നു, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റുന്നു. ഇതിന് അവന്റെ മേൽ ചാവുദോഷം സംഭവിക്കുക. എന്താ ചാവുദോഷം? ദൈവകൃപ നഷ്ടപ്പെടല്, ദൈവത്തിന്റെ അഭിഷേകം നഷ്ടപ്പെടല്, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടല്. അതാണല്ലോ കലക്കം, കൺഫ്യൂഷൻ, ഭിന്നത. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വിവിധ ഭാഷകളായിരുന്നെങ്കിലും, വിവിധ രാജ്യക്കാര്, വിവിധ പാരമ്പര്യങ്ങള്, വിവിധ സംസ്കാരങ്ങള്, എന്നിട്ടും അവർ ഒരേ ആത്മാവിനാൽ നയിക്കപ്പെട്ടു, ഒരേ മനസ്സുള്ളവരായി, ഒരേ ഹൃദയമുള്ളവരായി. പ്രിയപ്പെട്ട മക്കള്, ഈ പെന്തക്കോസ്തയില് കേരള സഭ ആഗ്രഹിക്കുന്ന അതാ. കേരള സഭ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഷാലോം ടിവിയിലൂടെ നമ്മൾ എല്ലാവരും കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തെറ്റായ ബോധ്യങ്ങള്, തെറ്റായ അറിവുകള്, തെറ്റായ ബന്ധങ്ങള്, അതുപോലെ തന്നെ തെറ്റായ ധാരണകള്, കലഹങ്ങള് നമ്മളിൽ നിന്നും, സഭയിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകാൻ വചനം ഒന്നുകൂടി ഏറ്റുപറഞ്ഞ്, ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസപരവും. എന്റെ പ്രിയപ്പെട്ടവര്, വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നത് ആരാ?
പരിശുദ്ധാത്മാവാ. വിശ്വാസമില്ലാത്തവൻ പരിശുദ്ധാത്മാവില്ലാത്തവനാ. അവൻ്റെ മേൽ സാത്താൻ്റെ ആത്മാവ് കടന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ അവൻ ശൂന്യനാണ്. അവിടെ സാത്താൻ്റെ ആത്മാവ് പിടിമുറുക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ വിശ്വാസം, ഈശോയോടുള്ള വിശ്വാസം, സഭയോടുള്ള വിശ്വാസം, കൂദാശകളോടുള്ള വിശ്വാസം, വചനത്തോടുള്ള വിശ്വാസം, കുർബാനയോടുള്ള വിശ്വാസം ആഴപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വേറൊരുവന് ഏറ്റു പറഞ്ഞ വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും. പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ നമ്മുടെ കേരള സഭ അനുഭവിച്ചറിഞ്ഞതാ. മുഴകൾ ചുരുങ്ങിപ്പോകട്ടെ എന്ന് പറയുമ്പോൾ മുഴകൾ ചുരുങ്ങിപ്പോകുക. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞത് അവിടെ സംഭവിക്കുക. ഇതാണ് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത്. കർത്താവായ ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. ജീസസ് ഹീൽസ് ദ സിക്ക് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ബെനഡിക്റ്റ് പാപ്പ തുടർന്ന് പറയാം, ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആഗോള കത്തോലിക്ക സഭ, ദ ഹോളി കാത്തലിക് ചർച്ച് കണ്ടിന്യൂ ദ സെയിം മിഷൻ ഓഫ് ജീസസ്. ഇപ്പൊ കർത്താവിന്റെ രോഗശാന്തി ശുശ്രൂഷ തുടരേണ്ടത് സഭയുടെ ദൗത്യമാണ്. ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞു, അതേ ശുശ്രൂഷ, അതേ പരിശുദ്ധാത്മാവാണ്. ഈശോ ചെകിടന് കേൾവിശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. കുരുടന് കാഴ്ചശക്തി കൊടുത്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. കൂനുള്ളവളെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. കല്ലറകളിൽ ജീവിച്ചിരുന്ന ഒരാളെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാ. അപ്പൊ അതേ യേശുവിന്റെ ശുശ്രൂഷ അതേ ആത്മാവിനാൽ നയിക്കപ്പെട്ട് സഭ തുടരേണ്ടിയിരിക്കുന്നു. എന്നാൽ സഭയ്ക്ക് തടസ്സം വരുന്നത് പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥയാ. ഭിന്നതകള്, കലഹങ്ങള്, ഇതിന്റെ പേരിൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവ് കേരള സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ജോൺ 23 പാപ്പയെ പോലെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സഭയില് ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ഇടപെടണമേ. പറഞ്ഞേ ആമേൻ, ആമേൻ, പറഞ്ഞേ ആമേൻ, ആമേൻ. അപ്പൊ കർത്താവിന്റെ രോഗശാന്തി ശുശ്രൂഷ തുടരേണ്ടത്, ഡെലിവറൻസിന്റെ ശുശ്രൂഷ തുടരേണ്ടത് സഭയുടെ കടമയാണ്. അത് സഭ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആയതിനാൽ പരിശുദ്ധാത്മാവിൽ നാം ശക്തി പ്രാപിക്കണം. ഈ വചനം ഏറ്റു പറഞ്ഞ് ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാനുള്ള വരവും. ആദിമ ക്രൈസ്തവ സഭയിൽ കണ്ട കാര്യങ്ങളാ, യേശു തന്റെ ജീവിതത്തിൽ കണ്ട കാര്യങ്ങളാ. ജൈറൂസിന്റെ മകള് മരിച്ചപ്പോഴ് ഈശോ പറഞ്ഞു, അവള് മരിച്ചിട്ടില്ല, അവള് മരിച്ചിട്ടില്ല. നായിമിലെ വിധവയുടെ മകൻ മരിച്ചപ്പോഴും നായിമിലെ വിധവ വാവിട്ട് നിലവിളിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാരും പറഞ്ഞു, കരയരുത്, കരയരുത്, കരയരുത്. അവൾ കരച്ചിൽ നിർത്തിയില്ല. ഈശോ പറഞ്ഞു, കരയരുത്. അവൾ കരച്ചിൽ നിർത്തി. കാരണം യേശുവിന്റെ കൂടെ ഫയർ അനോയിന്റിംഗ് ഉണ്ട്, ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിംഗ് ഉണ്ട്, ഹോളി സ്പിരിറ്റിന്റെ ഇടപെടലുണ്ട്. ആയതിനാല് ആ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേൽക്കുക. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. അതിന് ആദിമ ക്രൈസ്തവ സഭയെ പോലെ നമ്മൾ പ്രവചനവരവും അതുപോലെ തന്നെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരവും ഇതെല്ലാം ആർജിച്ചെടുക്കണം. അതുപോലെ തന്നെ ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം.
ഇത് ആ ചെറുപ്പക്കാരൻ എൻ്റെ മകൾക്ക് ഭർത്താവാകാൻ യോജിച്ചവനാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാ. എൻ്റെ കുഞ്ഞ് SSLC കഴിയുമ്പോൾ സയൻസ് എടുക്കണോ, സയൻസ് എടുക്കണ്ടേ, ആ സയൻസ് അവന് അനുയോജ്യമാണോ, ഇത് വിവേചിച്ചറിയാനുള്ള കഴിവാ. ഈ കഴിവ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ എളിമപ്പെടുമ്പോൾ, ഈശോയുടെ മുൻപിൽ എളിമപ്പെട്ട് താഴ്മയോടെ കണ്ണുനീരോടെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിന്ന് ഒരിക്കൽ കൂടെ ഇരു കരങ്ങൾ ഉയർത്തി ഈശോനെ നോക്കി ഈ പറഞ്ഞ കൃപകളും വരങ്ങളും ദാനങ്ങളും നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ ജോലിയുടെ മേൽ ഈ വരങ്ങളൊക്കെ വന്ന് നിറയുന്നതിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതം നടക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, കൃപകൾ ഉയരട്ടെ, കൃപകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ, അത്യുന്നതന്റെ ശക്തി ലഭിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ദാസരിലേകണമേ. കരങ്ങൾ കുപ്പിപ്പിടിച്ച് പാടിക്ക മക്കളെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ദാസരിലേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ദാസരിലേകണമേ. ബലപ്പെടുത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, അഭിഷേകം ദാസരിലേകണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം മക്കളെ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ഭക്തിയാ വണങ്ങുക എന്ന ഗാനം ആലപിച്ച് ഭക്തിയാ വണങ്ങുക സാഷ്ടാംഗം വീഴുന്ന ഏറ്റം മഹത്താമി കൂദാശേ. നവ്യനിയമത്തിൻ ധർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാസഹനത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായി കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരു ശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.